ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസ് വളരെ സാധാരണമായിട്ട് കേട്ടുനിന്ന ഒരു അസുഖത്തിന്റെ പേരാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, കിയോൾ ക്ലിനിക് ഇടപ്പള്ളിയിലെയും VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെയും മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗത്തിന്റെ മേധാവിയാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസ് വളരെ സാധാരണമായിട്ട് കേട്ടുനിന്ന ഒരു അസുഖത്തിന്റെ പേരാണ്. ഏതാണ്ട് 7% ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ സമയത്ത് ഈ അപ്പൻഡിക്സിന് നീര് വന്നിട്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രീൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് ചുരുങ്ങി ഒരു വിരലിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു അവയവമായിട്ട് മാറുന്നു. വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും കൂടെയുള്ള ജംഗ്ഷനിലാണ് അത് കാണുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചോളം, മനുഷ്യരെ സംബന്ധിച്ചോളം അതിന് പ്രത്യേകിച്ചൊരു പ്രവർത്തനമൊന്നുമില്ല. പക്ഷെ വരുന്നത് ഇതിൻ്റെ രണ്ടിനും കൂടെ ജംഗ്ഷനിലായതുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതിനകത്ത് നിന്ന് ചില ഘടകങ്ങൾ അങ്ങോട്ടേക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ ആ ഒരു മോഷൻ പോകുന്നത് നമ്മുടെ മലം അതിനകത്ത് തങ്ങി നിന്നിട്ട് കല്ലുകൾ പോലെ ഫോം ചെയ്തിട്ട് ഫീക്കോലിക്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ അണുബാധകൾ പൊതുവെ കുടലിൽ വരുന്നത് ആ ഭാഗത്തിന് എഫക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവത്തിന് വരുന്ന നീര് വരുന്നത്. നീര് വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് മറ്റുള്ള ഭാഗങ്ങളിലെ കൊണ്ട് പെട്ടെന്ന് നീര് മാറിപ്പോവില്ല. കാരണം അത് ചെറിയ ഒരു ല്യൂമൻ എന്ന് പറയും, അതിനകത്തേക്കുള്ള ഒരു ദ്വാരം വളരെ ചെറുതായതുകൊണ്ട് പഴുപ്പ് കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ട് രക്തോട്ടം വളരെ കാര്യമായിട്ടില്ലാത്തതുകൊണ്ടൊക്കെ അണുബാധ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകാൻ സാധ്യതയില്ല, അതിന് പഴുപ്പ് വരും. അതങ്ങനെ അപ്പൻഡിസൈറ്റിസ് പഴുപ്പ് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്തുള്ള കുടലിനെയൊക്കെ ഇതുമായിട്ട് ഒട്ടിപ്പിടുത്താൻ സാധിക്കും. ലേഡീസിനെ സംബന്ധിച്ചോളം, ഗേൾസിനെ സംബന്ധിച്ചോളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പഴുപ്പ് വരുന്നത് അണ്ടാശയത്തിന്റെ ട്യൂബായിട്ടുള്ള ഫലോപ്പിൻ ട്യൂബിനെയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ വന്ധ്യതയ്ക്ക് വരെയും കാരണമാക്കാൻ പറ്റും. പിന്നീട് ഈ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ കുടലിന് മൊത്തമായിട്ട് പഴുപ്പ് ബാധിക്കുകയും കുടലിന് പ്രയാസം വരികയും ജീവഹാനി തന്നെ വരാവുന്ന ഒരു കാര്യമാണ് കടുത്ത ഒരു പഴുപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ അപ്പൻഡിസൈറ്റിസിന്റെ വേദന സാധാരണ വരുന്നത് വയറിൽ മൊത്തമായിട്ടൊരു വേദനയായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് റൈറ്റ് ഇലിയാക് ഫോസ എന്ന് പറയും, വലതുവശത്ത് താഴെയായിട്ട് വേദന വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താം. അപ്പൊ അങ്ങനെ ഒരു വയറിന് മൊത്തമായ വേദന വരിക, ചെറിയൊരു പനി, ഛർദിൽ വരാനുള്ളൊരു സാധ്യത, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വയറിന്റെ വലതുവശത്ത് വേദനയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അത് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഒരു ക്ലിനിക്കൽ പരിശോധന പറയും. ഡോക്ടറുടെ പരിശോധനയിൽ സംശയം വരുവാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് പരിശോധന ചെയ്തിട്ട് അത് സ്ഥിരീകരിക്കാവുന്നതാണ്. അപ്പൻഡിസൈറ്റിസിന് എല്ലായ്പ്പോഴും അപ്പൻഡിക്സ് നീര് വന്ന് അൾട്രാസൗണ്ടിൽ കണ്ടോണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും മൂത്രത്തിൽ കല്ലിൻ്റെ ഒന്നും അസുഖങ്ങളില്ല. ലേഡീസിനെ സംബന്ധിച്ചോളം ആണെങ്കിൽ അണ്ടാശയത്തിലെ തടിപ്പുകളൊന്നുമില്ല. വലതുവശത്ത് അൾട്രാസൗണ്ടിന്റെ പ്രോബ് എന്ന് പറയും, അതിൻ്റെ ആ മെഷീൻ വെക്കുമ്പോൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വേദന ഉണ്ടെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആയിട്ട് തന്നെ കരുതണം. അതുപോലെ തന്നെ യൂറിന്റെ ടെസ്റ്റ് നോക്കുമ്പോൾ കല്ലിന്റെ ആണെന്നുണ്ടെങ്കിൽ യൂറിനിൽ രക്തമയം കാണാം. അപ്പൻഡിസൈറ്റിസ് ആകുമ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അണുബാധയാണെന്നുണ്ടെങ്കിൽ യൂറിനിൽ കാണാം. മൂത്രത്തിനകത്തുള്ള പഴുപ്പാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം ഉണ്ടെങ്കിൽ കാണാം. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് വിചാരിക്കാം. അതുപോലെ തന്നെ ബ്ലഡിലെ അണുക്കളുടെ കൗണ്ട്, ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് എന്ന് പറയും, TLC എന്ന് പറയുന്ന ആ റിപ്പോർട്ട് കൂടുതലാണെന്നുണ്ടെങ്കിലും അപ്പൻഡിസൈറ്റിസിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് വേണം എടുക്കാൻ. അപ്പം പരിശോധനയുള്ള ഫലത്തിനാണ്, പരിശോധനയുള്ള ഒരു വിലയിരുത്തലിനാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ അപ്പൻഡിസൈറ്റിസ് വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് മാറ്റുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കാരണം അത് പഴുപ്പായി കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഏത് വയസ്സിലായാലും. വളരെ പ്രായം കൂടിയ ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് സാധാരണ വരാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കുടലിന്റെ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്തിട്ട് കുടലിൽ ട്യൂമർ ഒന്നും ഇല്ലാന്ന് കൂടി ഉറപ്പാക്കേണ്ടതാണ്. അപ്പൻഡിസൈറ്റിസ് സാധാരണ കുട്ടികൾക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വരെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് സാധാരണ വരുന്നത്. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് ലാപ്രോസ്കോപ്പിക് സംവിധാനത്തിലൂടെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴാണെങ്കിൽ 5 മില്ലിമീറ്റർ 10 മില്ലിമീറ്ററിന്റെ മുറിവുകളെ ഉണ്ടാവത്തുള്ളൂ. ഒരൊറ്റ ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കൊണ്ട് തന്നെ അപ്പൻഡിക്സിന്റെ ചികിത്സ കഴിയും. 1 ദിവസമോ 2 ദിവസമോ കഴിയുമ്പോൾ നമുക്ക് സാധാരണ നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്താം. വിശ്രമം ഒന്നും ആവശ്യമില്ല, സുഖമായിട്ട് തന്നെ ഇരിക്കാനും പറ്റും. പിന്നീടൊന്നും ഒരു പ്രോബ്ലം വരാത്ത ഒരു കണ്ടീഷനാണ് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കീഹോൾ സംവിധാനത്തോട് ചെയ്യുന്നത്. ഓപ്പൺ ഓപ്പറേഷൻ പോലെയൊക്കെ വലുതായിട്ട് മുറിവുണ്ടാക്കി ചെയ്യുമ്പോഴാണ് അണുബാധ വരുന്നതും ഹെർണിയ വരുന്നതും വളരെ വേദന കൊണ്ട് വിശ്രമം എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത്
പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനായിട്ട് വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ കാണിക്കുക, പറ്റുമെങ്കിൽ സർജനെ തന്നെ കാണിക്കുക. അത് കൂടാതെ തന്നെ ആണെന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻഡിക്സ് മാറ്റുക തന്നെയായിരിക്കും നല്ലത്. മാറ്റേണ്ട ആവശ്യം വരുമ്പോൾ ലാപ്രോസ്കോപ്പി സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പൻഡിസൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നത്തിനും പരിഹാരവും ഉണ്ടാവും. നന്ദി, നമസ്കാരം.